ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാരും എത്തിയിട്ടുണ്ടാവോ? തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താ പാട്, ആർക്കെങ്കിലും ഓർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് തുടങ്ങാം അല്ലേ? അതിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മുടെ സർക്കുലേഷനെ പറ്റി പറഞ്ഞു. ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ എല്ലാ ബോഡി പാർട്സിലേക്കും ഫ്ലൂയിഡ്സും അതേപോലെ തന്നെ മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേസ്റ്റ് പാർട്സ് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് മെയിൻ റോൾ ആരാണ് വഹിക്കുന്നത്? ബ്ലഡും ലിംഫും ആണ് മെയിൻ ആയിട്ട് റോൾ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡിനെ പറ്റി പറഞ്ഞു. ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്ലാസ്മയിലെ മെയിൻ കമ്പോണൻസ്. പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഏതൊക്കെ പ്രോട്ടീൻസ്? 3 പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ പ്രോട്ടീൻസ് ഉണ്ടായിരുന്നേ? പ്രോട്ടീൻസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതൊക്കെ പ്രോട്ടീൻസ് ആയിരുന്നു അല്ലെ? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ, ഇങ്ങനെ 3 ടൈപ്സ് പ്രോട്ടീൻസ് ആണ് നമ്മളെ പ്ലാസ്മയിലുള്ളത്. പ്ലാസ്മയുടെ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോ കളർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 55% നമ്മളെ ബ്ലഡിന്റെ പ്ലാസ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. അതൊക്കെ PSC ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ചോദിക്കുക ഫൈബ്രിനോജനും പ്രോട്ടീൻസിനെ പറ്റിയിട്ടാണ് മെയിൻലി ചോദിക്കുക. ഇതിന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ സാധ്യത പ്രോട്ടീൻസിനെ പറ്റിയിട്ട് ചോദിക്കാനാണ് കൂടുതലും സാധ്യത. അതിന്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട്. ഫൈബ്രിനോജൻ ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ആണ്. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഗ്ലോബുലിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീന്റെ മൊത്തമായിട്ടുള്ള ഓസ്മോട്ടിക് ബാലൻസിനെ റെഗുലേഷൻ ആണ് ആൽബുമിൻ എന്നുള്ള പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ? പിന്നെ അതിൻ്റെ അകത്ത് സ്മോൾ എമൗണ്ട്സിൽ ബാക്കിയുള്ള മിനറൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ? സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്, ക്ലോറൈഡ്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പിന്നെ ഫാക്ടേഴ്സ്, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഫാക്ടേഴ്സ് എപ്പോഴും ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു ഒരു ഒരു വൂണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടോ, ഒരു അബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് എന്ത് വരിക? ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ആക്റ്റീവ് ആയിട്ട് ഫോം ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ഫോംഡ് എലമെന്റ്സിനെ പറ്റി പറഞ്ഞു. ഫോംഡ് എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? RBC ഉണ്ട് അല്ലെ? RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിത്രോസൈറ്റ്സ്. പിന്നെ ല്യൂക്കോസൈറ്റ്സ് ഉണ്ട്. ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ? റെഡ് ബ്ലഡ് സെൽസ് ആണ് എരിത്രോസൈറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ല്യൂക്കോസൈറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്ലേറ്റ്ലെറ്റ്സിന് നമ്മൾ അതർ നെയിം ആണ് ഏത്? ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മെയിൻ ആയിട്ട് ഫോംഡ് എലമെന്റ്സിൽ മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത് കേട്ടോ. അതിൽ ഈ ഈ മൂന്നെണ്ണത്തിൻ്റെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് ഫോംഡ് എലമെന്റ്സ്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ സെപ്പറേഷൻ അല്ലെ? ബ്ലഡിനെ നമുക്ക് ഫോംഡ് എലമെന്റ്സ് എന്നും പ്ലാസ്മ എന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേരെന്തായിരുന്നു? സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ളത് ആ മെത്തേഡാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുള്ള അപ്പാരറ്റസ് ആണ്, അതിന് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ദെൻ ഓരോന്നിന്റെയും കൗണ്ട് പഠിക്കണം. RBCന്റെ കൗണ്ട് എത്രയായിരുന്നു? RBC 5 മില്യൺ ടു 5.5 മില്യൺ ആണ് അല്ലെ? 5 മില്യൺ ടു 5.5 മില്യൺ ആണ് RBC. നമ്മുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇതാണ് ഇത് RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. WBC കുറവാണ്. WBC എത്രയായിരുന്നു? WBC അപ്രോക്സിമേറ്റ് ഒരു 6,000 to 8,000 ആണ്. 6,000 തൊട്ട് 8,000 വരെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് കാണപ്പെടുന്നത്? RBC കാണപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഇത് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ? പ്ലേറ്റ്ലെറ്റ്സിന്റെ 1,50,000 to 3,50,000 ആണ് നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് പറയുന്നത്. അങ്ങനെ മൂന്നെണ്ണത്തിനും കൗണ്ട് നോക്കണം. പിന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ റെസ്പിറേറ്ററി ഫംഗ്ഷൻ പഠിക്കണം. RBCന്റെ, WBCന്റെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ ഫംഗ്ഷൻ പഠിക്കണം. RBCന്റെ ഫംഗ്ഷൻ എന്താ? റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് അല്ലെ? അതായത് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ എത്തിക്കുക, അവിടുന്ന് വേസ്റ്റ് അതായത് റിമൂവ് ചെയ്യാനുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട്
റിമൂവ് ചെയ്യുക, അങ്ങനത്തെ ഓക്സിജൻ, അതായത് ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്, റെസ്പിറേറ്ററി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് RBCന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ RBCയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഹീമോഗ്ലോബിന്റെ കളറ്, അതിന് കൊടുക്കുന്ന അയൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് പ്രോട്ടീൻ ആണ് ഇത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ. RBCയിലുള്ള സെൻട്രലിലാണ് കാണപ്പെടുന്നത്. പിന്നെ അതിന്റെ കൗണ്ട് 12 to 16 gram ആണ് നോർമൽ റേഞ്ച്, അത് പഠിക്കണം. പിന്നെ ഗ്രേവിയാർഡ് ഓഫ് RBC, ഇതൊക്കെ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു PSC ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം +2 10th അങ്ങനെ +2 ലെവലിലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഗ്രേവിയാർഡ് ഓഫ് RBC എന്നൊക്കെ പറഞ്ഞാൽ. ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് പറഞ്ഞാൽ ഇത് സ്പ്ലീൻ ആണ് അല്ലെ. ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് പറഞ്ഞാൽ സ്പ്ലീൻ ആണ്. RBCന്റെ ലൈഫ് സ്പാൻ പറഞ്ഞു, 120 days ആണ് RBCന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു. പിന്നെ ല്യൂക്കോസൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഗ്രാനുലോസൈറ്റ്സും അങ്ങനെ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ WBCനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സ് എന്താണ്? സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് കാണുന്നുണ്ടെങ്കിൽ അത് ഗ്രാനുലോസൈറ്റ്സും, സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾസ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഗ്രാനുലോസൈറ്റ്സ് മൂന്നെണ്ണം ഉണ്ട്, ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, അങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. ലിംഫോസൈറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്, അല്ല അഗ്രാനുലോസൈറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. പിന്നെ അവരുടെ ആയിട്ടുള്ള പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോട്ട് ചെയ്യണം. ദെൻ അവരുടെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മോണോസൈറ്റിനും അതേപോലെ തന്നെ ന്യൂട്രോഫിലിനും എന്ത് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നേ? ദാറ്റ് ഇസ് ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി. ന്യൂട്രോഫിലും മോണോസൈറ്റിലും എന്താണ്? ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ദേ ഹാവ് ദ പ്രോപ്പർട്ടി ടു എൻകൾഫ്. എൻകൾഫിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു പ്രോപ്പർട്ടി. ദെൻ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ ബോഡീസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് എന്ത്? ന്യൂട്രോഫിൽസും മോണോസൈറ്റും ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഫാഗോസൈറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സിന് എന്താ ഫംഗ്ഷൻ? എന്താ? കൊയാഗുലേഷൻ അല്ലെ. ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. അതിനെ മെയിൻലി സഹായിക്കുന്നതാണ് ഇത് സഹായിക്കുന്ന ഇത് മിനറൽ ഏതായിരുന്നു? കാൽസ്യം അല്ലേ? മറന്നുപോയോ? അല്ലെ, കാൽസ്യം. കാൽസ്യം ആണ് നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ്? കാൽസ്യത്തിന് നല്ലൊരു റോൾ ഉണ്ട് നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷനിൽ. കാൽസ്യത്തിന് നല്ലൊരു റോൾ ഉണ്ട്. ദെൻ പിന്നെ പ്ലേറ്റ്ലെറ്റിൽ പറഞ്ഞാൽ എന്തായിരുന്നു? മെഗാകാരിയോസൈറ്റ്സ് എന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മെഗാകാരിയോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോൺ മാരോന്റെ ഒരു സ്പെഷ്യൽ സെല്ലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു സ്പെഷ്യൽ സെല്ലാണെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ അടുത്ത പാർട്ടാണ്. ഇതിപ്പോ നമ്മൾ ബ്ലഡിനെ പറ്റിയിട്ടുള്ള ബ്ലഡിലെ ഫോമിൽ എലമെന്റ്സിനെ പറ്റിയും പഠിച്ചു, പ്ലാസ്മയെ പറ്റിയിട്ടും പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എന്താണ്? നമ്മൾ അടുത്തത് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ. ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി പറയുമ്പം നമ്മളെ ബ്ലഡ് ഓരോ ആസ്പെക്റ്റിലും നമ്മളെ ബ്ലഡ് എന്താണ്? ഇപ്പം എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും റെഡ് കളർ ആണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ആസ്പെക്ട്സിൽ ബ്ലഡ് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ആസ്പെക്റ്റിലും നമ്മളെ ഓരോ ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്ലഡും ഡിഫറെന്റ് ആണ്. സോ നമുക്കിപ്പോ ഒന്നും ചെയ്യാതെ ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ. അതിന് നമ്മൾ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യണം, ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കൊടുക്കുന്ന റെസിപ്പിയന്റിന് അത് മാച്ച് ആണോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടേ നമുക്ക് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് റെഡ് കളർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്ലഡും ഒരുപോലെ അല്ല. സോ വേരിയസ് ആസ്പെക്റ്റിൽ നമുക്ക് ഓരോരുത്തരുടെ ബ്ലഡും ഡിഫറെന്റ് ആണ്. അതിൽ നമുക്ക് മെയിൻലി നമ്മൾ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് +1 നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ 2 ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ഒന്ന് ABO ബ്ലഡ് ഗ്രൂപ്പിംഗും RH ബ്ലഡ് ഗ്രൂപ്പിംഗ്. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ABO ആൻഡ് RH ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന്. മാറിപ്പോയി. ABO ആൻഡ് RH ടൈപ്പിംഗ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ABO ആൻഡ് RH ആണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഏതാ?
അതായത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. ABO ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാന്ന് അറിയോ? ABO ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആരാന്ന് പറയാൻ പറ്റുമോ? ABO ഗ്രൂപ്പിൽ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ലാൻഡ്സ്റ്റൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയന്റിസ്റ്റ് ആണ് ABO ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചത്. അത് ഞാൻ ഇതിൽ നോട്ടിൽ എഴുതിയിട്ടില്ല, ടെക്സ്റ്റിൽ ഇല്ലാത്ത പോയിന്റ് ആണ്. PSCക്ക് ഒക്കെ ചോദിക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള പോയിന്റ് ആണത്. കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയും. ഇതുപോലെ കാൾ, വേണ്ട നമുക്ക് ബോർഡ് എടുക്കാലോ. കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? ബ്ലഡ് ഗ്രൂപ്പിംഗ്, ABO ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ABO ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചത്. CARL, കാൾ ലാൻഡ്സ്റ്റൈനർ കണ്ടുപിടിച്ചത്. ദെൻ ABO ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ABO ഗ്രൂപ്പിംഗ് നമ്മൾ ഇതാക്കുന്നത് കണ്ടുപിടിച്ചത് നമ്മുടെ RBC ഉണ്ടല്ലോ, RBCന്റെ അതായത് എരിത്രോസൈറ്റ്സിന്റെ പുറത്ത് കാണപ്പെടുന്ന, എരിത്രോസൈറ്റ്സിന്റെ ഔട്ടർ കോട്ടിങ്ങിൽ കാണപ്പെടുന്ന രണ്ട് ആന്റിജൻസിന്റെ സർഫസ് ആന്റിജൻസ് പ്രസന്റ് ഓർ ആബ്സെൻസിന്റെ ബേസിലാണ് നമ്മൾ ABO ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചത്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആന്റിജൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം, കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫസ് ആന്റിജൻസ്. സർഫസ് ആന്റിജൻസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ സർഫസ് ആന്റിജൻസ് പറയുന്നത്. അങ്ങനെ ആ സർഫസ് ആന്റിജൻസിനെ നമ്മൾ എന്ത് പറഞ്ഞു? എയും ബിയും എന്ന് പറഞ്ഞു. സർഫസ് ആന്റിജൻസ് പ്രസന്റ് അല്ലാത്തതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? O എന്നും വിളിച്ചു. അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, A, B and O. അങ്ങനെ 3 ഗ്രൂപ്പ് ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പിനെ നമുക്ക് 3ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, A ഗ്രൂപ്പ്, B ഗ്രൂപ്പ് ആൻഡ് O ഗ്രൂപ്പ്. അങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Then അടുത്തത് വരുന്നത് സിമിലർലി ദ പ്ലാസ്മ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ കണ്ടെയ്ൻ 2 നാച്ചുറൽ ആന്റിബോഡീസ്, that is proteins induced by the response of antigens. Then during blood transfusion, during the blood transfusion, എന്തുകൊണ്ടാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്ലഡിന്റെ ഗ്രൂപ്പ് നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ഡൊണേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ മാച്ച് അല്ലാത്ത ഗ്രൂപ്പാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആന്റിബോഡീസും ആന്റിജൻസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ക്ലംബിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. ദാറ്റ് ഇസ് ദ ബ്ലഡ് ക്ലോട്ട് ആവും. ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഡെത്ത് അല്ലേ സംഭവിക്കുക. അതുകൊണ്ടാണ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ ഓരോരോ സ്റ്റെപ്പും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രോസസ്സിംഗ് ആണ്. അതാണ് പറയുന്നത് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എനി ബ്ലഡ് കനോട്ട് ബി യൂസ്ഡ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ബ്ലഡ് യൂസ് ചെയ്താൽ പോരാ. ദ ബ്ലഡ് ഓഫ് ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ദ റെസിപ്പിയന്റ് ബിഫോർ എനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു അവോയ്ഡ് ക്ലംബിംഗ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലേ? അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മള് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ അല്ല, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് റെസിപ്പിയന്റിന്റെ ബ്ലഡുമായിട്ട് മാച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ? ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മിസ്മാച്ച് ആയിട്ടുള്ള, അതായത് മാച്ച് അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത്? ക്ലംബിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് വരുന്നത്. ക്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCസിനെ എന്ത് ചെയ്യും? ഡിസ്ട്രക്ട് ചെയ്യും. ക്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലംബിംഗ്. ഡിസ്ട്രക്ഷൻ ഓഫ് RBCനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലംബിംഗ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് RBCനെയാണ് നമ്മൾ ക്ലംബിംഗ് എന്ന് പറയുന്നത്. ദെൻ ക്ലംബിംഗ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്.
അടുത്ത സ്ലൈഡ് ആവുന്നതിന്റെ മുന്നേ നമുക്ക് ഒരു ഇതുകൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ കോമ്പാറ്റിബിലിറ്റി, അതായത് ഏതൊക്കെ ബ്ലഡ് ഏതൊക്കെ ഇതിന് പറ്റുന്നുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി പറയാനുണ്ടായിരുന്നു. അത് അത് പറയാം അല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് എ, അതാണ് ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ടേബിൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, ആ ബ്ലഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ ആന്റിജൻസ് പ്രസന്റ് ആണ്, ഏതൊക്കെ ആന്റിബോഡി പ്രസന്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ആരൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടേബിളിൽ നമ്മൾ പറയും. സോ ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് എ ബിനെ പറ്റി പറയാം. എ ബിയില് ഗ്രൂപ്പ് എ ബി എന്ന് പറയുമ്പോൾ എ ബിയില് ആന്റിജൻസ് രണ്ടും ഉണ്ടായിരിക്കും. അതായത് എ ആന്റിജൻ ഉണ്ടായിരിക്കും, ബി ആന്റിജൻ ഉണ്ടായിരിക്കും. എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്താ ആബ്സെന്റ് ആയിട്ടുണ്ടാവുക? ആന്റിബോഡീസ്. ആന്റിബോഡീസ് എന്തിൽ ആബ്സെന്റ് ആയിരിക്കും? എ ബി ഗ്രൂപ്പിൽ ആന്റിബോഡീസ് ആബ്സെന്റ് ആയിരിക്കും. സോ അവർക്ക് ആർക്കൊക്കെ കൊടുക്കാം ബ്ലഡ്? ദേ ഹാവ് ഓൺലി എ ബിക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. എ ബി ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ അവർക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. ദേ ക്യാൻ റിസീവ് ഫ്രം എ ബി, എ, ബി ആൻഡ് ഒ, ഇത്രയും പേഴ്സൺസ് അവർക്ക് റിസീവ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാ? ദർ ഈസ് നോ ആന്റിബോഡി. ആന്റിബോഡീസ് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും എന്ത് ബ്ലഡ് സ്വീകരിക്കാം. പക്ഷെ അവർക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് എന്റെ കേസ്. എന്റെ കേസിൽ വരികയാണെങ്കിൽ, എ ഗ്രൂപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ ആന്റിജൻ എ ആയിരിക്കും, ആന്റിബോഡി ബി ആയിരിക്കും. നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്കും എ ബിക്കും മാത്രമായിരിക്കും. നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് എയുടെ കയ്യിൽ നിന്നും, അതേപോലെ തന്നെ എ ഗ്രൂപ്പും ഒ ഗ്രൂപ്പും നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ? എക്കും എ ബിക്കും മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എയുടെ കയ്യിൽ നിന്നും ഓന്റെ കയ്യിൽ നിന്നും ഒ ഗ്രൂപ്പും നമുക്ക് എന്ത് ചെയ്യാം? റിസീവ് ചെയ്യാം. അങ്ങനെ ഓരോ ഇപ്പം എ ഗ്രൂപ്പിന് എല്ലാ ഗ്രൂപ്പിൽ നിന്നും കൊടുക്കാം, എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് റിസീവ് ചെയ്യാം, ഇത് പറ്റില്ല. ആന്റിബോഡി ആന്റിജൻസിന്റെ ഒക്കെ പ്രസൻസും ആബ്സെൻസും ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും റിസീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇതാക്കാം, കൊടുക്കാൻ പറ്റും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ എ ബി എങ്ങനെയായിരുന്നു പറഞ്ഞത്? എ ബി എങ്ങനെയാ പറഞ്ഞത്? എ ബി ആന്റിജൻസ്, രണ്ട് ആന്റിജൻസും പ്രസന്റ് ആണ്. എയും ബിയും ആന്റിജൻസ് പ്രസന്റ് ആണ്. ആന്റിബോഡീസ് ആബ്സെന്റ് ആണ്. ആർക്ക് കൊടുക്കാം? എ ബിക്ക് മാത്രം കൊടുക്കാം അല്ലെ. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എ ബിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആരൊക്കെ കയ്യിൽ നിന്ന് സ്വീകരിക്കാം? എ ബി, എ, ബി ആൻഡ് ഒ, ഇത്രയും ആൾക്കാരെ കയ്യിൽ നിന്ന്, ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ്സ്, ഒരു എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എ ബി, എ, ബി ആൻഡ് ഒ, അത്രയും ആൾക്കാരിൽ അത്രയും ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ മാത്രം നോക്കിയിട്ട് പോരാ. ഇനി നമുക്ക് ഇതിന്റെ കഴിഞ്ഞിട്ട് ഒരു RH സിസ്റ്റം കൂടെ പഠിക്കാനുണ്ട്. അപ്പോഴാണ് ഈ എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് അങ്ങനത്തെ ഒരു ഇത് വരിക. അതും കൂടെ നോക്കിയിട്ട് മാത്രമേ ഈ ട്രാൻസ്ഫ്യൂഷൻ നടക്കുള്ളൂ. എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്നൊക്കെ വരില്ലേ, അത് ട്രാൻസ്ഫ്യൂഷൻ നടക്കുള്ളൂ. സോ നമുക്ക് ഇപ്പൊ എങ്ങനെ പഠിക്കാം? അടുത്തതാണ് ഇത് എ ബ്ലഡ് ഗ്രൂപ്പ്. എ ബ്ലഡ് ഗ്രൂപ്പിന് ഞാൻ പറഞ്ഞു, ആന്റിജൻസ് എ പ്രസന്റ് ആണ്, ആന്റിബോഡി ബി പ്രസന്റ് ആണ്. നമുക്ക് എക്കും എ ബിക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. എ ഗ്രൂപ്പും ഒ ഗ്രൂപ്പും എന്ത് റിസീവ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വരുന്ന ഏതാ? ബി. നെക്സ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ബി. ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലും നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. ആന്റിജൻ ബി ആയിരിക്കും, ആന്റിബോഡി എ ആയിരിക്കും. നമുക്ക് ബി ഗ്രൂപ്പിനും അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. റിസീവ് ചെയ്യാൻ പറ്റുന്നത് ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പ് ആൾക്കാരിൽ നിന്നും മാത്രമേ നമുക്ക് എന്ത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഓന്റെ കാര്യം എന്താ? ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആന്റിജൻസ് ആബ്സെന്റ് ആണ്. എ ബിയിലെ ആന്റിബോഡീസ് ആബ്സെന്റ് ആണ്, അതേപോലെ തന്നെ ഓല് എന്ത് ആബ്സെന്റ് ആണ്? ആന്റിജൻസ് ആബ്സെന്റ് ആണ്. അത് ശ്രദ്ധിക്കണം. അത് ഒരുപാട് അതിന്റെ താഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ആന്റിജൻസും ആന്റിബോഡീസും പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. ഒ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒ ഗ്രൂപ്പിലെ ആന്റിജൻസ് ആബ്സെന്റ് ആയിരിക്കും, ആന്റിബോഡി ബോത്ത് എ ആൻഡ് ബി ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എ ബി, ബി ആൻഡ് ഒ, ഇത്രയും ആൾക്കാർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക്
O എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ O ഗ്രൂപ്പ് ആൾക്കാർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്, നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇത് ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് കാരണം, എന്തുകൊണ്ടാണ് O ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കാൻ കാരണം, എന്തുകൊണ്ടാണ് AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കാൻ കാരണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ +2 സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാം. PSC ലെവലിൽ ചോദിക്കുമ്പോൾ ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, അങ്ങനെ ചോദിക്കാം. ഈ റീസൺ ചോദിക്കുക +1 എക്സാമിനാണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നത് O ഗ്രൂപ്പിനെ, എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് AB നെ വിളിക്കുന്നത്, ഈ രണ്ട് ക്വസ്റ്റ്യൻസും +1 വരാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. PSC ലെവലിൽ ചോദിക്കാം ഏതാണ് യൂണിവേഴ്സൽ ഡോണർ, ഏതാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ഈ ഒരു ലെവലിലാണ് ചോദിക്കുക. റെസിപ്പിയന്റ് എന്നാട്ടോ, ടൈപ്പിംഗ് എറർ ആണ്. I ആണ് കേട്ടോ വരിക, റെസിപ്പിയന്റ് I ആണ് കേട്ടോ വരിക. എന്തുകൊണ്ടാ? ഇപ്പൊ ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്നും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നും വിളിക്കാൻ കാരണം എന്ന് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാൻ കാരണം? അതില് O ഗ്രൂപ്പില് ആന്റിബോഡീസ് ആബ്സെന്റ് ആയതുകൊണ്ടാണ്. അതിന് നമുക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം അല്ലെ? ആന്റിബോഡീസ് ആന്റിജൻസ് ആബ്സെന്റ് ആയത് കാരണം നമുക്ക് O ഗ്രൂപ്പിനെ എല്ലാ ഗ്രൂപ്പുള്ള പേഷ്യൻസിന് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് O ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് O blood can be donated to person with any other blood group and hence O group individuals are called universal donors. ആണ് ഇതിൽ പറയുന്നത്. ഈ യൂണിവേഴ്സൽ ഡോണേഴ്സ് ആവാൻ കാരണം അതിൽ ആന്റിജൻസ് ആബ്സെന്റ് ആയതുകൊണ്ടാണ് O ഗ്രൂപ്പ് എന്തായത്, യൂണിവേഴ്സൽ ഡോണേഴ്സ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ O ഗ്രൂപ്പിനെ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് വേണമെങ്കിലും O ഗ്രൂപ്പിനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, O ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. AB കേസിലോ, AB കേസില് ABയിൽ ആന്റിബോഡീസ് ആബ്സെന്റ് ആണ്. AB ഗ്രൂപ്പില് ആന്റിബോഡീസ് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് ആരുടെ കയ്യിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. A ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാം, B ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാം, O AB ഈ 4 ഗ്രൂപ്പുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് സ്വീകരിക്കാം, ബ്ലഡ് സ്വീകരിക്കാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റും. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. റീസൺസ്, ഏതിലാണ് ആന്റിജൻ പ്രസന്റ്, ഏതിലാണ് ആന്റിജൻ ആബ്സെന്റ്, ഏതിലാണ് ആന്റിബോഡി ആബ്സെന്റ് എന്നുള്ള കാര്യം നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിനകത്ത് നമുക്ക് അടുത്ത പഠിക്കാനുള്ളതാണ് RH ഗ്രൂപ്പ്. RH ഗ്രൂപ്പിന് ഈ RH ഗ്രൂപ്പിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് വെച്ചിട്ടാണ് നമ്മൾ AB പോസിറ്റീവ്, ഇപ്പൊ AB ഗ്രൂപ്പിന് പറയുകയാണെങ്കിൽ AB പോസിറ്റീവ് ഉണ്ടായിരിക്കും, AB നെഗറ്റീവ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് ഈ RH ഗ്രൂപ്പിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിനെ വെച്ചിട്ടാണ് നമ്മൾ AB പോസിറ്റീവ് എന്നും AB നെഗറ്റീവ് എന്നും പറയുന്നത്. ഈ രണ്ട് ഗ്രൂപ്പുകളെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് AB പോസിറ്റീവ് എന്നും AB നെഗറ്റീവ് എന്നും പറയുന്നത് RH ഗ്രൂപ്പിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്. RH ഗ്രൂപ്പിനെ പറ്റി മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ any other antigen, the RH antigen similar to one present in rhesus monkeys. മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ RH ആന്റിജനെ കണ്ടുപിടിച്ചത് റീസസ് മങ്കീസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ RH ആന്റിജനെ കണ്ടുപിടിച്ചത്. സോ അതിന് സിമിലർ ആയിട്ടുള്ള ആന്റിജൻ തന്നെയാണ് നമ്മളെ ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതാണ് ഇറ്റ് ഈസ് ഓൾസോ observed on the surface of RBCs of majority of nearly 80% of humans.
That individuals are called Rh positive, and those in whom this antigen is absent are called Rh negative. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് RH ഗ്രൂപ്പിംഗിൽ ശ്രദ്ധിക്കേണ്ടത്, RH ഗ്രൂപ്പിംഗ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് റീസസ് മങ്കീസ് എന്നുള്ള മങ്കീസിലാണ് മെയിൻ ആയിട്ട് അത് കണ്ടത്. RBCസിന്റെ, അതായത് RBCസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ഒരു സ്പെഷ്യൽ ആന്റിജൻസ് ആണ് ഈ RH എന്ന് പറഞ്ഞാല്. ഇത് മെജോറിറ്റി ഒരു നിയർലി 80% ആൾക്കാരിലും എന്ത് കാണപ്പെടുന്നുണ്ട്, RBCസിന്റെ സർഫസിൽ ഈ RH ആന്റിജൻസ് കാണപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ദ RH ആന്റിജൻ, ഈ RH ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നമുക്ക് RH പോസിറ്റീവ് എന്നും, RBCസിന്റെ സർഫസിൽ ഈ RH ആന്റിജൻ ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ RH നെഗറ്റീവ് എന്നും രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് RH ആന്റിജൻ, ഹ്യൂമൻ ബീയിങ്സ് ആർ ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അഗൈൻ ഡിവൈഡ് ഇൻടു ടു, RH പോസിറ്റീവ് എന്നും RH നെഗറ്റീവ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെയോ, an RH negative person if exposed to RH positive blood will form specific antibody against the RH antigen. മനസ്സിലായല്ലോ? അതായത് ഒരു RH നെഗറ്റീവ് പേഴ്സൺ ഒരു RH പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡുമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം അല്ലെ, അവിടെ ആന്റിബോഡീസ് ഫോം ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കാം, ക്ലമ്പിങ് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് RH ഗ്രൂപ്പ് ഷുഡ് ഓൾസോ ബി മാച്ച്ഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷന്റെ മുന്നേ നമ്മൾ RH ഗ്രൂപ്പും മാച്ച് ആണോ എന്ന് ശ്രദ്ധിക്കണം. ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ ഷുഡ് മാച്ച് ദ RH ഗ്രൂപ്പ്. RH ഗ്രൂപ്പ് എന്തായാലും നമ്മൾ നോക്കണം. ദെൻ ഇതില് ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ RHന്റെ ഭാഗത്ത് നിന്ന് മെയിൻ ആയിട്ട് വരാനുള്ള ഒരു പോയിന്റ് ആണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. കേട്ടിട്ടുണ്ടോ? എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താ? എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞാല് ആർക്കറിയാം? എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീമെയിൽസിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാരണം ക്യാരിയിങ് ആവുമ്പോൾ, അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ് ഈ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞാല്. മദേഴ്സിന് മെയിൻലി ഫീറ്റസ്, അതായത് കുട്ടിക്കാണ് അതിനുള്ള പ്രശ്നം വരുന്നത്. അത് എന്താന്ന് നമുക്കിതിൽ പഠിക്കാം. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു മദർ ഫസ്റ്റ് ബേബിനെ ക്യാരി ചെയ്യുകയാണെങ്കിൽ അമ്മ RH നെഗറ്റീവും ബേബി RH പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ടു എക്സ്പോഷർ. അതായത് അവരുടെ മെറ്റേണൽ ബ്ലഡും ഈ ഫീറ്റസിന്റെ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മിക്സിങ്ങിനുള്ള സാധ്യത ഉണ്ട്. സോ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. ആദ്യത്തെ പ്രഗ്നൻസിയിൽ കുട്ടിക്കും കുഴപ്പമുണ്ടായിരിക്കില്ല, അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു എക്സ്പോഷർ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ കഴിഞ്ഞ് പിന്നെ അപ്പം ഈ എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ തൊട്ട് മദറിന്റെ ബോഡിയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ആന്റിബോഡീസ്, ഈ RH ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ മദർ തന്നെ അടുത്ത തവണ പ്രഗ്നൻസി ആവുമ്പം ഈ RH ബോഡീസ്, ഈ RHന്റെ ആന്റിബോഡി, ഈ RHന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടായിരിക്കും ഈ അമ്മയുടെ മദറിന്റെ ശരീരത്തില്. സോ അതെന്താവും? ഫീറ്റസിന്റെ ബോഡിയിലേക്ക് ലീക്ക് ആവും ബ്ലഡ്. സോ അതെന്ത്? ഫീറ്റൽ RBCസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഫീറ്റൽ RBCസിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫീറ്റസിന്റെ മെയിൻലി ഫേറ്റൽ ടു ദ ഫീറ്റസ് ആണ്. പിന്നെ സിവിയർ ഒക്കെ ഏറ്റവും മെയിൻലി ഡെത്ത് ആണ്. പിന്നെ സിവിയർ അനീമിക് ആവാം, ജോൺസ് ഓഫ് ദ ബേബി ഉണ്ടാവാം. ദോസ് കണ്ടീഷൻസ് ആർ കോൾഡ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പൊ ശ്രദ്ധിക്കുക, എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞാല് ഒരു മദർ ഫസ്റ്റ് ചൈൽഡിനെ ക്യാരി ചെയ്യുമ്പം അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആവുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവുക കേട്ടോ.
അല്ലെങ്കിൽ അമ്മയും ബേബിയും RH പോസിറ്റീവോ അല്ലെങ്കിൽ അമ്മയും ബേബിയും RH നെഗറ്റീവോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. അമ്മ RH നെഗറ്റീവും ബേബി RH പോസിറ്റീവും അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴാണ് ഈ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എന്താ പറയുന്നത്, there is a possibility of exposure of the maternal blood to small amounts of the RH positive blood from the fetus. അതായത് ഈ മെറ്റേണൽ ബ്ലഡും ഡെലിവറിന്റെ സമയത്ത് മെറ്റേണൽ ബ്ലഡും ഫീറ്റസിന്റെ ബ്ലഡും തമ്മിൽ എക്സ്പോഷർ ആവാൻ സാധ്യതയുണ്ട്. സോ എന്ത് സംഭവിക്കും, സച്ച് കേസസിലെ മദറിൽ എന്ത് RH ആന്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും മദറിൽ. ആ ഫസ്റ്റ് പ്രഗ്നൻസി ദർ ഇസ് നോ പ്രോബ്ലം, ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ എങ്കിൽ സബ്സീക്വന്റ് പ്രഗ്നൻസീസില്, അതായത് രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ ഈ RH ആന്റിബോഡീസ് ഈ മദറിന്റെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കും. അപ്പം ഈ രണ്ടാമത്തെ ബേബിനെ ക്യാരി ചെയ്യുമ്പം ഈ രണ്ടാമത്തെ ബേബിയിലേക്ക് നമ്മുടെ മദറിന്റെ ബ്ലഡ് ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. സോ അപ്പം ബേബിന്റെ RBCസിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പം this could be fatal to the fetus or could cause severe anemia and jaundice to the baby. Those condition is called erythroblastosis fetalis. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായാൽ ബേബീസിന്, അതായത് ഫീറ്റസിന് ഫേറ്റലാണ്. അതേപോലെ തന്നെ അതിന് ഫീറ്റസിന് എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സിവിയർ ആയിട്ടുള്ള അനീമിക് ആവും. കാരണം ഫീറ്റൽ RBCs ആണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലേ. സോ സിവിയർ അനീമിക് ആവും. അതേപോലെ തന്നെ ജോണ്ടിസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഈ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേഷൻ ഓഫ് RH ആന്റിബോഡീസ്, അതായത് ഈ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മദേഴ്സിന്റെ, അതായത് RH നെഗറ്റീവ് ആയിട്ടുള്ള മദേഴ്സിന്റെ ഡെലിവറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്ത് അഡ്മിനിസ്റ്റർ ചെയ്യും, എന്ത് കുത്തിവെക്കും, ഇഞ്ചെക്ട് ചെയ്യും, RH ആന്റിബോഡീസ് കുത്തിവെക്കും. അപ്പൊ പിന്നെ എന്തുണ്ടാവില്ല, അടുത്ത പ്രാവശ്യം അതായത് നെക്സ്റ്റ് ഡെലിവറിയിൽ ഉണ്ടാവുന്ന ബേബിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താന്ന് ചോദിക്കും, കണ്ടീഷൻ ചോദിക്കും, പിന്നെ കണ്ടീഷൻസ്, അതിന്റെ കണ്ടീഷൻസ്, അതെന്താ സംഭവം എന്ന് ചോദിക്കും, അതിന്റെ കണ്ടീഷൻസ് ചോദിക്കും, അതുകൊണ്ട് ഉണ്ടാവുന്ന ഫീറ്റസിന് ഉണ്ടാവുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ അത് അവോയ്ഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻ എന്താന്ന് ചോദിക്കും. ഇത്രയും ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. PSC ലെവലില് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇത് നമ്മൾ ഈ +1 ബേസില് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണ്, അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസ്ഡ് കണ്ടീഷൻ എന്തൊക്കെയാണ് ഫീറ്റസിന്, പിന്നെന്ത് ചോദിക്കും, അത് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്നും ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട പോർഷൻ ആട്ടോ. ഭൂരിഭാഗവും നല്ല ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ള പോർഷനാണ്. അടുത്തത് ഏതാ, അടുത്തതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, അടുത്ത ടോപ്പിക് ആണ്. അതായത് ബ്ലഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പിംഗിൽ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ABO ഗ്രൂപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ABO ഗ്രൂപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, RH ഗ്രൂപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ABO ഗ്രൂപ്പ് കണ്ടുപിടിച്ചതാരാ, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു, കാൾ ലാൻഡ്സ്റ്റൈനർ. കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറഞ്ഞ ആളാണ് ABO ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ABO ഗ്രൂപ്പ് നമ്മൾ എന്തിന്റെയൊക്കെ സമയത്താ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത്, ദെൻ എന്തെങ്കിലും എമർജൻസി ഓപ്പറേഷൻസിന്റെ ഒക്കെ സമയത്ത്, ദെൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് ഒക്കെ നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കും. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത്, സർജറി, ദെൻ ബ്ലഡ് ഡൊണേറ്റിംഗ്, ഈ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഓരോ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറഞ്ഞു അല്ലേ, ഓരോ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിജൻ ഏതൊക്കെയാണ്,
ആന്റിബോഡീസ് ഏതൊക്കെയാണ്, ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആരെ കയ്യിൽ നിന്നൊക്കെ സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇത് ഈ ടേബിള് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് മറ്റേ ഏഹ്, ഇത് ചോദിക്കുമ്പോൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് ഏതാ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഈ ടേബിള് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. സോ എ ബി ഗ്രൂപ്പിന് നമുക്ക് രണ്ട് ആന്റിജൻസ് പ്രസന്റ് ആണ്, എയും ബിയും ആന്റിജൻസ് പ്രസന്റ് ആണ്, ആന്റിബോഡീസ് ആബ്സെന്റ് ആണ്. നമുക്ക് എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എ ബിയുടെ കയ്യിൽ നിന്നും എ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും ബി ഗ്രൂപ്പിൽ നിന്നും ഒ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റും? ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അടുത്ത ഗ്രൂപ്പാണ് എനെ പറ്റി പറഞ്ഞു. എയില് ആന്റിജൻസ് എ ആണ്, ആന്റിബോഡി ബി ആണ്. ദെൻ എക്കും എ ബിക്കും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. എ ഗ്രൂപ്പും ഒ ഗ്രൂപ്പും മാത്രമേ എക്കാർക്ക് എന്താക്കാൻ പറ്റുള്ളൂ? സ്വീകരിക്കാൻ പറ്റുള്ളൂ. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് ബി ഉണ്ട്. ബ്ലഡ് ഗ്രൂപ്പിൽ ബിയില് ആന്റിജൻ ബി ആണ്, ആന്റിബോഡി എ ആണ്. ക്യാൻ ഗീവ് ബ്ലഡ് ടു ആർക്കാ കൊടുക്കാൻ പറ്റുക? ബിക്കും എ ബിക്കും കൊടുക്കാൻ പറ്റും. റിസീവ് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാ? ബിക്കും അവന്റെ കയ്യിൽ നിന്നും മാത്രമേ ബിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓന്റെ കേസ് എന്താ? ഓന്റെ കേസ് ആന്റിജൻസ് ആബ്സെന്റ് ആണ്, ആന്റിബോഡീസ് എയും ബിയും ആന്റിബോഡീസ് പ്രസന്റ് ആണ്. നമുക്ക് എ ബി ആൻഡ് ഒക്ക് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓന്റെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം അതുകൊണ്ടുള്ളതാണ് എന്ത്? യൂണിവേഴ്സൽ ഡോണേഴ്സും യൂണിവേഴ്സൽ റെസിപ്പിയൻസ് അല്ലെ. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒ ഗ്രൂപ്പ് അല്ലെ. ഒ ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഒ ഗ്രൂപ്പിന് എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിൽ എന്ത് ആബ്സെന്റ് ആണ്? ആന്റിജൻസ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഗ്രൂപ്പുകാർക്ക് വേണമെങ്കിലും എന്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എ ബിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഏത് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നൊക്കെ വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. കാരണം ആന്റിബോഡീസ് ആബ്സെന്റ് ആയതുകൊണ്ട്. നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ആർ എച്ച് ഗ്രൂപ്പിംഗ് പറഞ്ഞു. ആർ എച്ച് ഗ്രൂപ്പിംഗിൽ റീസസ് മങ്കീസിനെ പറഞ്ഞു കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. പിന്നെ നിയർലി 80% ഓഫ് RBCസിലും ഹ്യൂമൻസിൽ ഈ ആർ എച്ച് ആന്റിജൻസ് കാണുമെന്ന് പറഞ്ഞു. ആർ എച്ച് പോസിറ്റീവ് ഉണ്ട്, ആർ എച്ച് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആർ എച്ച് ആന്റിജൻ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആർ എച്ച് പോസിറ്റീവ്. ആർ എച്ച് ആന്റിജൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആർ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു. പിന്നെ ആർ എച്ച് പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞു അല്ലെ. ഇതിലുള്ള മെയിൻ കണ്ടീഷൻ ആണ് ഏത്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അത് കണ്ടീഷൻ ആണ്. അത് നോക്കി വെക്കണം. മദർ ആർ എച്ച് നെഗറ്റീവും ബേബി ആർ എച്ച് പോസിറ്റീവും ആവുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവുക. സോ ഫസ്റ്റ് ചൈൽഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സബ്സിക്വന്റ് പ്രഗ്നൻസിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഫീറ്റസിന്. അതായത് ഫസ്റ്റ് ഇതിന്റെ പ്രഗ്നൻസിന്റെ സമയത്ത് മെറ്റേണൽ ബ്ലഡും അതേപോലെ തന്നെ ഫീറ്റസിന്റെ ബ്ലഡും തമ്മിൽ എക്സ്പോഷർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ സ്മോൾ എമൗണ്ട്സ് ഓഫ് ആർ എച്ച് പോസിറ്റീവ് ബ്ലഡ് ഫീറ്റസിൽ നിന്നും മദറിന്റെ സെല്ലിലേക്ക് വരും, മദറിന്റെ ബോഡിയിലേക്ക് വരും. സോ അവിടെ എന്ത് ഫോം ചെയ്യും? ആർ എച്ച് ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ സബ്സിക്വന്റ് ഡെലിവറിയിൽ ഈ അഗെയിൻ ഈ മദർ പ്രഗ്നന്റ് ആവുമ്പം മദറിന്റെ ബ്ലഡ് ഫീറ്റസിന്റെ ബ്ലഡുമായിട്ട് ലീക്ക് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവിടെ എന്ത് സംഭവിക്കും? ഫീറ്റലിന്റെ RBCs ഡിസ്ട്രോയ് ചെയ്യപ്പെടും. സോ അതുകൊണ്ട് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും കുട്ടിക്ക്? കുട്ടിക്ക് ഫേറ്റൽ ആണല്ലേ, കുട്ടി ഡെഡ് സംഭവിക്കാം. അതല്ലെങ്കിൽ സിവിയർ അനീമിക് ആവാം. RBCs ആണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലേ. സോ സിവിയർ അനീമിക് ആവാം. അതേപോലെ തന്നെ ജോണ്ടിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേ? എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ദാറ്റ് ഈസ് ആന്റി RH ആന്റിബോഡീസിനെ ഇൻജെക്ട് ചെയ്തിട്ട്, അതായത് ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി ഇമ്മീഡിയറ്റ് ആയിട്ട് ആന്റി RH ആന്റിബോഡീസിനെ ഇൻജെക്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഏതാ പറയുന്നത്? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡില് എന്താ കൊയാഗുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നുണ്ടല്ലേ. എന്താ കൊയാഗുലേഷൻ ഉദ്ദേശിക്കുന്നത്? കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട് ആവുക. അതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്.
ഫസ്റ്റ് പോയിന്റ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു പ്ലാസ്മയില് നമ്മൾ പറഞ്ഞില്ലേ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 പ്രോട്ടീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാ ക്ലോട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ? ഏതായിരുന്നു ക്ലോട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ? ഏതാ? ഫൈബ്രിനോജൻ ആണ് എന്തിനു വേണ്ടിയിട്ട്? ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബ്രിനോജൻ ആണ്. നമുക്കൊരു വൂണ്ടോ അല്ലെങ്കിൽ ഒരു അബറേഷൻസ് ഒരു കട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ലീക്ക് ആവില്ലേ? ആ ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ, ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിംഗ് ഉള്ളത്. ബ്ലഡ് എക്സിബിറ്റ് കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഇൻ റെസ്പോൺസ് ടു എൻ ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ. ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു ട്രോമയോ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എന്ത് എക്സിബിറ്റ് ചെയ്യുക? കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ദിസ് ഈസ് എ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, അതായത് ഒരു ഇഞ്ചുറിയോ ഒരു ട്രോമയോ ഉണ്ടാവുമ്പം നമ്മുടെ ബോഡിയിൽ നിന്നും എക്സസീവ് ആയിട്ട് ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയൊരു മെക്കാനിസം ഉള്ളത്. കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് എന്നുള്ള ഒരു മെക്കാനിസം ഉള്ളത് എക്സസീവ് ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ ക്ലോട്ട് ഓഫ് കൊയാഗുലം formed mainly of a network of threads called fibrin in which dead and damaged elements of blood are trapped. A clot of coagulum അല്ലെങ്കിൽ കൊയാഗുലം ഫോം ചെയ്യുന്നത് മെയിൻലി ഒരു നെറ്റ്വർക്ക് ആണ്, ത്രെഡ് ആണ്. ആ ത്രെഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈബ്രിൻ എന്ന് പറയുന്നത്. ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡാമേജ്ഡ് എലമെന്റ്സ് ഓഫ് ബ്ലഡിനെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്തിട്ട് അവിടുന്ന് ബ്ലഡിന്റെ ലീക്കേജിനെ പ്രിവെന്റ് ചെയ്യും. ബ്ലഡിന്റെ ലീക്കേജിനെ പ്രിവെന്റ് ചെയ്യും. ഒരു കട്ടോ അല്ലെങ്കിൽ ഒരു ട്രോമയോ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തില് ഒരു നോർമൽ ടൈമിൽ ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സും ഒക്കെ എന്തായിരിക്കും? ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ ഉണ്ടാകുമ്പോഴാണ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത്. Then fibrins are formed by the conversion of inactive fibrinogen in the plasma by an enzyme called thrombin. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഫോംസും എന്താണ്? ഇനാക്റ്റീവ് ഫോമിലാണ് കാണപ്പെടുന്നത്. അതായത് ഈ ഫൈബ്രിൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ത്രോംബിൻ എന്നുള്ള ഒരു എൻസൈം ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനാക്റ്റീവ് ആയി കിടക്കുന്ന ഫൈബ്രിനോജനെ എൻസൈം ത്രോംബിൻ കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ട് മാറ്റും? ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. Thrombin interns are formed from another inactive substances present in the plasma called thrombin. അതായത് thrombins interns are formed from another inactive substance present in the plasma are called prothrombin. ഇതിലുള്ളൊരു ആ ഒരു എൻസൈം കോംപ്ലക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രോംബോകൈനേസ് എന്ന് പറയുന്നത്. ഈ എബോ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം കോംപ്ലക്സ് ആണ് ത്രോംബോകൈനേസ് എന്ന് പറയുന്നത്. ഈ ത്രോംബോകൈനേസിന്റെ കൂടെ എഫക്റ്റ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫൈബ്രിൻ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ത്രോംബിൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. ദെൻ ത്രോംബിൻസിനെ പ്രോത്രോംബിൻസ് ആവും. ദെൻ ത്രോംബോകൈനേസ് എന്നുള്ള ഒരു എൻസൈം കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അത് എന്തിനാണ്? എബോ റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോംബോകൈനേസ് എന്നുള്ള ഒരു എൻസൈം ഉള്ളത്. This complex is formed by a series of linked enzymic reaction. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇൻവോൾവിംഗ് എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ് കേട്ടോ. ഇതിൽ ടി ഇട്ട് പോയിട്ടുണ്ട്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ്. ഫിംഗറാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാ കേട്ടോ. ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ്. അവർ ടി ഇട്ട് പോയിട്ടുണ്ട്. സ്പെല്ലിങ്സ് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അയക്കാം കേട്ടോ. PDF കൂടെ സ്പെല്ലിങ്സ് കറക്റ്റ് ചെയ്തിട്ട് അയക്കാം. അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോഴേ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. ദെൻ കണ്ടിന്യൂ ചെയ്യാം. ദിസ് കോംപ്ലക്സ് ഈസ് ഫോംഡ് ബൈ എ സീരീസ് ഓഫ് ലിങ്ക്ഡ് എൻസൈമിക് റിയാക്ഷൻസ്. ഈ
റിയാക്ഷൻസ് ഇൻവോൾവിങ് എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ്. അതായത് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരുപാട് എൻസൈമിക് റിയാക്ഷൻസിന്റെ ഒരു കോംപ്ലക്സ് സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് സീരീസിന്റെ ഒരു റിയാക്ഷൻസിന്റെ ഫലം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്. ആ ഒരു കോംപ്ലക്സ് സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് സ്റ്റേജിലുള്ള എൻസൈംസും ഫാക്ടേഴ്സും ഒക്കെയാണ് എന്ത്, ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. An injury or trauma stimulate the platelet in the blood to release certain factors which activate the mechanism of coagulation. ഒരു ഇഞ്ചുറിയോ ഒരു ട്രോമയോ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റ് ആയിട്ട് എന്തുണ്ടാക്കുന്നത്, കൊയാഗുലേഷൻ എന്നുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നത്. An injury or trauma stimulate the platelet in the blood to release certain factors which activate the mechanism of coagulation. നമ്മുടെ ശരീരത്തിലെ ഒരു ട്രോമയോ ഒരു ഇഞ്ചുറിയോ ഉണ്ടാവുമ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബാക്കിയായിട്ടുള്ള നമ്മുടെ ഫാക്ടേഴ്സിനെ, സെർട്ടൈൻ ഫാക്ടേഴ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൊയാഗുലേഷൻ എന്നുള്ള മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്നത്. Then certain factors released by the tissue at the site of injury also initiate the coagulation. Certain factors, ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും by the tissue site of injury. അത് എന്തിനെ ഇനിഷ്യേറ്റ് ചെയ്യും, കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യും. പിന്നെ ഇതിന് മുന്നേ പറഞ്ഞ പോയിന്റ് ആണത്, കാൽസ്യം അയോൺസ് ആണ് നമ്മുടെ ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നത്. ആരാണ്, കാൽസ്യം ആണ്. അത് എന്താ ചെയ്യുന്നത്, ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യും. ത്രോംബിൻ നമ്മൾ പറഞ്ഞില്ലേ, ഇതവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ത്രോംബിൻ ആണ് അല്ലെ. ഈ ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആരാണ് സഹായിക്കുന്നത്, കാൽസ്യം അയോൺസ് ആണ് ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൽ പഠിക്കാനുള്ളത്. സോ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു വൂണ്ടോ അല്ലെങ്കിൽ ഒരു ട്രോമയോ ഉണ്ടാവുമ്പം എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആണ് ഇത്, കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. A clot of coagulum formed mainly of a network of threads called fibrins in which dead and damaged elements of the blood are trapped. അല്ലെ, അതായത് ഒരു ക്ലോട്ട് ഓർ കൊയാഗുലം ഫോം ചെയ്യുമ്പോൾ അതൊരു നെറ്റ്വർക്ക് ആണ് അല്ലെ, നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫൈബ്രിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ എന്ത് ട്രാപ്പ് ചെയ്ത് കിടക്കും, ഈ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് ഡാമേജ്ഡ് എലമെന്റ്സ് ഒക്കെ ട്രാപ്പ് ആയി കിടന്നിട്ട് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ത്രെഡ് ഫോമിൽ, ഒരു ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈബ്രിൻ. ആ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് എന്ത്, ബ്ലഡിന്റെ ഫ്ലോ അവിടെ പ്രിവെന്റ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് എന്തായിരുന്നു, ഫൈബ്രിൻസ് ആർ ഫോംഡ്. അതായത് അടുത്തത് എന്താ, കൺവേർഷൻ ആണ് അല്ലെ. ഈ ഫൈബ്രിൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡില്, അതായത് നമ്മുടെ പ്ലാസ്മയില് എന്ത്, ഇനാക്റ്റീവ് ആയി കിടക്കുന്ന ഫൈബ്രിനോജനെ ത്രോംബിൻ എന്നുള്ള എൻസൈം പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ത്രോംബിനായിട്ട് ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. പിന്നെ ത്രോംബിൻസ് ഉണ്ട്, ത്രോംബിൻസും ഇന്റേൺസ് എന്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാ, ത്രോംബിൻസ് എന്തിനാ ഫോം ചെയ്യുന്നത്, പ്രോത്രോംബിൻ എന്നുള്ള ഒരു അനദർ ഫാക്ടർ ആണ് പ്രോത്രോംബിൻ എന്നുള്ളത്. അതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, ത്രോംബിൻ ഫോം ചെയ്യുന്നത്. ത്രോംബിൻ ഫോം ചെയ്യാനാണ് എന്ത്, കാൽസ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ത്രോംബിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് അയോൺസ്, കാൽസ്യം അയോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ത്രോംബിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു എൻസൈം കോംപ്ലക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞത്. ഈ ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു എൻസൈം കോംപ്ലക്സിനെയാണ് നമ്മൾ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞത്. This complex is formed by a series of linked enzymic reaction called എന്താണ്, ആ ഒരു ഇത്രയും പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ്, ബ്ലഡ് കൊയാഗുലേഷന്റെ നീണ്ടു നിൽക്കുന്ന ഈ കോംപ്ലക്സ് ഓഫ് സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇൻവോൾവിംഗ് എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ ഇൻ എൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ്. അതേപോലെ തന്നെ എന്താണ്, ഒരു ട്രോമയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്തിനൊക്കെ ഈ മെക്കാനിസം ഓഫ് കൊയാഗുലേഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. അതുവരെ നമ്മുടെ ശരീരത്തിൽ എന്തായിരിക്കും, അതൊരു ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ കാൽസ്യം അയോൺസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്ലോട്ടിങ്. കാൽസ്യം അയോൺസ് ഇതിൽ വളരെയധികം ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാൽസ്യം അയോൺസ്. എന്തിനാ? ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിലും പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നു, ഇത്ര പോർഷനെ എടുക്കുന്നുള്ളൂ, അപ്പോൾ കൂടെ അപ്പുറം എടുക്കുന്നില്ല. അപ്പം അടുത്തത് കുറച്ചും കൂടെ വലിയ ടോപ്പിക്കാണ്. സർക്കുലേറ്ററി പാത്വേസും അതേപോലെ തന്നെ ലിംഫും. അതൊരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാനുണ്ടായിരിക്കും. സർക്കുലേറ്ററി പാത്വേ, അതേപോലെ തന്നെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. നമുക്ക് അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് വെച്ചാൽ, കാർഡിയാക് സൈക്കിൾ പഠിക്കാനുണ്ട്, ECGനെ പറ്റി പഠിക്കാനുണ്ട്, ദെൻ ഡബിൾ സർക്കുലേഷൻ എന്താന്നൊക്കെ പഠിക്കാനുണ്ട്. അതൊരു കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ ഈ ചെറിയ പോർഷൻ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. സോ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഈ ചാപ്റ്റർ. 3 ക്ലാസ് മതിയാവും വൈൻഡപ്പ് ചെയ്യാം. ഈ സർക്കുലേറ്ററി പാത്വേസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പ് ABO ഉണ്ട്, RH ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ലാൻഡ്സ്റ്റൈനർ. ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലബിങ് നടക്കും. എന്തിന്റെ? ഡിസ്ട്രക്ഷൻ ഓഫ് RBC. അതിനെയാണ് നമ്മൾ ക്ലബിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെത്ത് വരെ സംഭവിക്കും. ദെൻ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഈ ടേബിൾ പഠിക്കുക. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ പഠിച്ചു വെക്കുക. എന്നിട്ട് യൂണിവേഴ്സൽ ഡോണേഴ്സ് ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം എഴുതുക. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റണം. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ഓനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതിൽ ആന്റിജൻസ് ആബ്സെന്റ് ആയതുകൊണ്ട്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ABനെ പറയാൻ കാരണം എന്താണ്? അതിൽ ആന്റിബോഡീസ് ആബ്സെന്റ് ആയതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ RH ഗ്രൂപ്പിംഗിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാണ്ടെങ്കിൽ, RH ഗ്രൂപ്പിംഗിൽ മെയിൻ ആയിട്ട് RH പോസിറ്റീവ്, RH നെഗറ്റീവ്, RBCസിന്റെ സർഫസിൽ കാണപ്പെടുന്ന RH ആന്റിജന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് വെച്ചിട്ടാണ് നമ്മൾ RH പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള കണ്ടീഷനും അതുകൊണ്ടുണ്ടാവുന്ന ഡിസീസ്, ഫീറ്റസിന് ഉണ്ടാവുന്ന ഡിസ്ഫങ്ഷൻസും അതേപോലെ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡുമാണ് RH ആന്റിജൻസിൽ നമ്മൾ നോക്കുന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താന്ന് നോക്കുക, അതുകൊണ്ടുള്ള ഡിസീസസ് എന്താന്ന് നോക്കുക, ഫീറ്റസിന് സംഭവിക്കുന്ന ഡിസീസ് എന്താന്ന് നോക്കുക, ദെൻ അത് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണെന്ന് നോക്കുക. അടുത്തത് നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞു. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട്? എന്താണ് കൊയാഗുലേഷൻ? നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് പഠിക്കുക. ദെൻ ഈ എൻസൈംസിന്റെ പേരൊക്കെ പഠിക്കാം. ഏതൊക്കെ എൻസൈംസാ? ത്രോംബിൻ, അല്ലെ, പ്രോത്രോംബിൻ, ത്രോംബോകൈനേസ്, ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ, ഫൈബ്രിൻസ്. ഇതൊക്കെ ചിലപ്പം സ്റ്റേജസ് ഒക്കെ ആയിട്ട് ചോദിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ, ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്നുള്ള ഈ പോർഷൻസിൽ. അപ്പൊ എന്താണ്, ഈ ഇനാക്റ്റീവ് ആയി കിടക്കുന്ന ഫൈബ്രിനോജനെ ത്രോംബിൻ എന്നുള്ള എൻസൈം ചെന്നിട്ടാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഫൈബ്രിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഫൈബ്രിൻസ് ആണ് ഈ നെറ്റ്വർക്ക് ഓഫ് ഒരു ത്രെഡ്സിന്റെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ബ്ലഡിന്റെ കൊയാഗുലേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഈ ത്രോംബിൻ സിൻട്രൺസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? അതായത് പ്ലാസ്മയിലുള്ള ഒരു പ്രോത്രോംബിൻ എന്നുള്ള ഒരു ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ ത്രോംബിൻസ് ഫോം ചെയ്യുന്നത്. ഈ പ്രോത്രോംബിൻസ് ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അയോണിന്റെ പേരെന്തായിരുന്നു? ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അയോണിന്റെ പേരാണ് കാൽസ്യം അയോൺസ്. കാൽസ്യം അയോൺസ് ആണ് ത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു എൻസൈം കോംപ്ലക്സിനെ പറ്റി, കോംപ്ലക്സ് എന്താണെന്ന് ത്രോംബോകൈനേസ് പഠിക്കാം. പിന്നെ ഈ കൊയാഗുലേഷന്റെ ഈ സീരീസ് ഓഫ് എൻസൈമിക് റിയാക്ഷൻസിനെയാണ് നമ്മൾ കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്നതെന്ന് പഠിക്കുക. ദെൻ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ മാത്രമേ
ഇതൊക്കെ ആക്ടിവേറ്റ് ആവുള്ളൂ. അല്ലാത്ത സമയത്ത് അതൊക്കെ ഇനാക്റ്റീവ് ഫോമിലാണ് കാണുന്നത് എന്ന് പഠിക്കുക കേട്ടോ. ഇത്രയൊക്കെ മെയിൻ ആയിട്ട് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിലും ബ്ലഡ് ഗ്രൂപ്പിങ്ങിലും നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ഞാൻ പറഞ്ഞു, പഠിക്കേണ്ട പോർഷൻസ് പറഞ്ഞു, തറവായിട്ട് പഠിക്കേണ്ട പോർഷൻസ് പറഞ്ഞു. നീറ്റ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ NCERT ടെക്സ്റ്റ് പക്ക ആയിട്ട് പഠിച്ചാൽ മതി. വേറെ ഏതൊരു റാങ്ക് ഫയലും പഠിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് NCERT ഈച്ച് ആൻഡ് എവരി വരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. നമ്മളിപ്പം ഇപ്പോഴേ നോക്കുക, +1 +2 കാരോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് +1 പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ +2 കഴിഞ്ഞിട്ട് എഴുതാനുള്ള നീറ്റിനെ പറ്റിയിട്ട് ഇപ്പോഴേ നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുള്ളൂ. ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ലോഡ് ഒത്തിരി കുറയ്ക്കാം. അപ്പോൾ ഓരോ പോയിന്റ്സും NCERT ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കഴിഞ്ഞു. ഇന്ന് ഇത്ര എടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇത്ര എടുത്താൽ മതി. അടുത്ത ടോപ്പിക് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊക്കെ നോക്കിയിട്ട് വരിക. ഓക്കെ, ശരി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാം.